രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ LDF പാതി തകർന്നു എന്ന് തന്നെ പറയാം. അതോടെ ഇന്ന് രാവിലെ നടക്കാനിരുന്ന മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. അത് വൈകുന്നേരം ചേരും. അതായത് CPIയെക്കാളും CPMന് ഓരോ ദിവസം കഴിയും തോറും സമനില തെറ്റുന്നൊരവസ്ഥയാണുള്ളത്. സംഭവം കയ്യിന്ന് പോയൊരവസ്ഥ. PM ശ്രീയിൽ CPIയുടെ നിലപാട് കടുപ്പിച്ചതോടെ LDFിലുണ്ടായ കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഇല്ലാതെയായിരിക്കുന്നു. പഠിച്ച പണി 18 നോക്കുകയാണ് CPM. സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിയിട്ടും CPI വഴങ്ങിയിട്ടേയില്ല. അതിനു മുൻപ് ദേശീയ സെക്രട്ടറി MA ബേബി പരാജയം സമ്മതിച്ചതാണ് CPIയോട് സംസാരിച്ചതിന് ശേഷം. അങ്ങനെ ആ രണ്ട് പ്രമുഖരെയും വെട്ടി CPI മുന്നേറുകയാണ്. ഇനി അതിനു മുകളിൽ ആരുമില്ല. പക്ഷേ CPIയെ അനുനയിപ്പിക്കാനായിട്ട് നോക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഗുണമില്ലെങ്കിലും വേറെ ആളില്ലാത്ത സ്ഥിതിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിട്ടിറക്കുന്നത്. ഞങ്ങൾ പരാജയപ്പെട്ടുവെന്നും തനിക്ക് കഴിയുമെങ്കിൽ നോക്കൂ ഗോവിന്ദ എന്നൊരു സന്ദേശം കിട്ടിയതോടെ താൻ MLA ആയിരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിലെ പരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് MV ഗോവിന്ദൻ അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചതു പ്രകാരമാണ് തലസ്ഥാനത്തേക്ക് അദ്ദേഹം മടങ്ങിയത് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPIയെ പങ്കെടുപ്പിക്കുക എന്ന ഒറ്റ ദൗത്യമാണ് ഗോവിന്ദൻ്റെ യാത്രയുടെ ലക്ഷ്യം. അതിനാണ് ഗോവിന്ദനെ വിളിപ്പിച്ചത്. പക്ഷേ അത് നടക്കുമോ എന്ന് അറിയില്ല. കാരണം രണ്ടുപേരെയാണ് CPI വെട്ടിമാറ്റിയത്, പ്രമുഖനെ. CPIയുമായി ചർച്ച കണക്കിലെടുത്ത് അത് വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിൽ ആണ് രാവിലെ നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം വൈകിട്ടേക്ക് മാറ്റിവെച്ചത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ ഇതിനപ്പുറം വലിയ നാണക്കേടില്ല. ആ വലിയ നാണക്കേട് ഉണ്ടാവുമെന്നും എന്തു വില കൊടുത്തും ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുമാണ് CPM ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ CPIയുടെ പ്രതിഷേധം നിലനിർത്തിയായാലും മന്ത്രിസഭാ യോഗത്തിൽ എങ്ങനെയെങ്കിലും വിട്ടുനിൽക്കാതെ അങ്ങനെ ഒരു വിട്ടുനിന്ന് നാറ്റിക്കരുത് എന്നാണ് CPMൻ്റെ അപേക്ഷയുള്ളത്. ഇന്നും നാളെയുമായി 10 ഉദ്ഘാടന ചടങ്ങുകളാണ് സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് തളിപ്പറമ്പ് മണ്ഡലത്തിൽ MV ഗോവിന്ദൻ ഉണ്ടായിരുന്നത്. PM ശ്രീ വിഷയത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തതിനെ തുടർന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ ഉദ്ഘാടനവും വേണ്ട, തളിപ്പറമ്പും വേണ്ട, പാർട്ടിയുടെ പണി തീർന്നു എന്നും പറഞ്ഞ് ഓടുകയായിരുന്നു ഗോവിന്ദൻ തിരുവനന്തപുരത്തേക്ക്. ഇത് ചെറിയ പ്രശ്നമല്ല, അത്ര പെട്ടെന്ന് പരിഹരിക്കാനും കഴിയുന്നതല്ല. കാരണം പ്രശ്ന പരിഹാരത്തിനായി MA ബേബി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചെങ്കിലും രമ്യതയിൽ എത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷം സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിൽ ആലപ്പുഴയിൽ നടത്തിയ ചർച്ചയും ഫലം കാണാതെ പിരിയുകയായിരുന്നു. ഇങ്ങനെ വിവാദമായ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി ഏർപ്പെട്ട ധാരണാപത്രം റദ്ദാക്കണമെന്നാണ് CPIയുടെ ഒറ്റ ആവശ്യം. നരേന്ദ്രമോദിയുടെ കാൽക്കൽ കൊണ്ടുപോയി LDFിനെ കെട്ടിയത് ശരിയല്ല എന്നുള്ള CPIയുടെ നിലപാടിൽ അവർ ഒരു മാറ്റവും വരുത്തുന്നില്ല. അതിൽ നിന്നും ഒരു കടുമണി പോലും മാറ്റമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇടതുമുന്നണിക്കും CPMനും ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന തീരുമാനമെടുക്കുമെന്നും CPI മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. CPIക്ക് ബോധ്യമായതും ചൂണ്ടിക്കാട്ടിയതുമായ ഒരു തിരുത്തലിന് CPM തയ്യാറായില്ല എങ്കിൽ CPI കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം അഖിലേന്ത്യാ സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും പ്രധാനപ്പെട്ട രണ്ടുപേരെയാണ് അവർ വെട്ടിമാറ്റിയത്. കേന്ദ്ര സർക്കാരുമായുള്ള ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് നവംബർ 4-ന് മുൻപ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകണമെന്നാണ് CPIയുടെ അന്ത്യശാസനം വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നവംബർ 4-ന് ചേരുന്ന CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടി CPI മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുമെന്ന വിവരം ലഭിച്ചിരിക്കുന്നു. ഏതായാലും അഖിലേന്ത്യാ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പരാജയപ്പെട്ടിടത്ത് ഗോവിന്ദൻ്റെ പൂഴിക്കടകൻ എന്താണെന്ന് കണ്ടു തന്നെ അറിയാം.